നമസ്കാരം സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ ഞാൻ കൊല്ലൂർ ശ്രീ മൂകാംബികാ ദേവിയുടെ ഐതിഹ്യമാണ് പറയുന്നത്. ആരാണ് മൂകാംബികാ ദേവി? എങ്ങനെ ഈ നാമം വന്നു? എന്താണ് സ്വയംഭൂലിംഗം? എന്തുകൊണ്ട് എല്ലാവർക്കും അമ്മ ഇത്ര പ്രിയപ്പെട്ടവളായി? അമ്മയെ കാണാനും അനുഗ്രഹം ലഭിക്കാനും എല്ലാവരും എന്തിനാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? ഇങ്ങനെയുള്ള എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തിയിൽ പച്ചപ്പ് കൊണ്ട് ചുറ്റപ്പെട്ട് കൊല്ലൂരിൽ ദിവ്യമായ ശക്തിയുടെ കേന്ദ്രമായി ശ്രീ മൂകാംബികാ ദേവീക്ഷേത്രം. നമ്മുടെ ദക്ഷിണ ഭാരതത്തിലെ പ്രശസ്തമായ ദേവീക്ഷേത്രമാണ് കൊല്ലൂർ ശ്രീ മൂകാംബികാ ദേവീക്ഷേത്രം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുവിധം എല്ലാവർക്കും അറിയുകയും ചെയ്യുന്ന ഒരു കഥയാണ് ഞാനിവിടെ പറയുന്നത്. കാലങ്ങൾക്ക് മുമ്പ് കൊടജാദ്രി മലനിരകളിൽ കാമാസുരൻ എന്നൊരു വലിയ അസുരൻ തപസ് ചെയ്തു. തപസ്സിലൂടെ അവൻ ബ്രഹ്മാവിൽ നിന്ന് വരങ്ങൾ നേടി. ആ വരങ്ങൾ ഉപയോഗിച്ച് കാമാസുരൻ ഋഷിമാരെയും ദേവന്മാരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. ദേവന്മാർ പരമശിവനിൽ അഭയം പ്രാപിച്ചു. ശിവൻ അസുരനെ നശിപ്പിക്കാൻ തയ്യാറായപ്പോൾ സരസ്വതി ദേവി സഹായിച്ചു. സരസ്വതി ദേവിയുടെ സഹായത്തോടെ അസുരന്റെ വാക്കുശക്തി എടുത്തുകളഞ്ഞു. അങ്ങനെ കാമാസുരൻ മൂകനായി മാറി മൂകാസുരനായി. ഈ മൂകാസുരൻ എന്ന അസുരൻ ജനങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങി. അവന്റെ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി ആദിപരാശക്തി മഹാദേവന്റെ ശക്തിയായി അവതരിച്ചു. ഭീകരമായ യുദ്ധത്തിനൊടുവിൽ ദേവി മൂകാസുരനെ സംഹരിച്ചു. അതിനുശേഷം ദേവിക്ക് മൂകാംബിക എന്ന നാമം ലഭിച്ചു. മൂകാസുരനുമായി ഈ യുദ്ധം നടന്ന ഈ ദിവ്യസ്ഥാനത്ത് ആദ്യം ദേവിയുടെ സാന്നിധ്യം ലിംഗരൂപത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്ന സ്വയംഭൂലിംഗം. ഈ ലിംഗത്തിൽ ഒരു സ്വർണ്ണ രേഖ നമുക്ക് കാണാം, ഒരു ഗോൾഡൻ ലൈൻ. ഈ രേഖ ലിംഗത്തെ 2 ഭാഗങ്ങളായി വിഭജിക്കുന്നു. ഈ 2 ഭാഗങ്ങളിൽ ഇടതുഭാഗം ശക്തി, അതായത് ദേവിയായിട്ടും വലതുഭാഗം ശിവൻ, പരമശിവനായിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ശ്രീ മൂകാംബിക ദേവീക്ഷേത്രത്തിൽ ശിവനും ശക്തിയും ഒരുമിച്ചുള്ള ദിവ്യ സാന്നിധ്യമാണെന്ന്. ഈ കാരണം കൊണ്ട് തന്നെയാണ് മൂകാംബിക ക്ഷേത്രം അർദ്ധനാരീശ്വര തത്വത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്നത്. കാലം കടന്നു പോവാണ്. ശ്രീ ആദിശങ്കരാചാര്യർ ഈ ദിവ്യ സ്ഥലത്തെത്തി അദ്ദേഹം ദേവിയെ ധ്യാനിച്ചു. അദ്ദേഹത്തിൻ്റെ ധ്യാനം ദേവി അദ്ദേഹത്തിന് ദർശനം നൽകി. ശങ്കരാചാര്യർ ദേവിയെ കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. ദേവി പറഞ്ഞു, നീ മുന്നോട്ട് നടക്കൂ, ഞാൻ പിന്നിൽ വരാം, പക്ഷേ തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ യാത്ര ആരംഭിച്ചു. യാത്രക്കിടെ ശങ്കരാചാര്യർ ഒരു നിമിഷം പിന്നോട്ട് നോക്കി. അപ്പോൾ തന്നെ ദേവി അവിടെ പ്രതിഷ്ഠിതയായി എന്നാണ് അറിയപ്പെടുന്നത്. മൂകാംബികാ ദേവി പഞ്ചലോഹ വിഗ്രഹമായി പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് പറയുന്നു. ശങ്കരാചാര്യർ അവിടെ ശ്രീചക്രം സ്ഥാപിച്ചു. ഇന്നും ശ്രീ മൂകാംബികാ ദേവി ക്ഷേത്രത്തിലെ പൂജകൾ ശ്രീചക്ര ആചാരപ്രകാരമാണ് നടത്തുന്നത്. കൊടജാദ്രി മലയുമായുള്ള ബന്ധം വളരെ വലുതാണ്. കൊടജാദ്രി മല മൂകാംബികാ ദേവിയുടെ ആദിമവാസസ്ഥലമായി എല്ലാവരും വിശ്വസിക്കുന്നു. ദേവി ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണ്. പിന്നീടാണ് ദേവി കൊല്ലൂരിലേക്ക് പ്രതിഷ്ഠിതയായത് എന്നറിയപ്പെടുന്നു. കൊടജാദ്രിയിൽ ഇന്നും സ്വരജ്ഞപീഠം നമുക്ക് കാണാൻ സാധിക്കും. ശങ്കരാചാര്യർ ധ്യാനം നടത്തിയ സ്ഥലം എന്ന പ്രത്യേകതയും കൂടെ കൊടജാദ്രിക്കുണ്ട്. ശ്രീ മൂകാംബികാ ദേവി ക്ഷേത്രം ഇതൊരു സാധാരണ ക്ഷേത്രമല്ല. തന്ത്രശാസ്ത്ര പ്രകാരം ശക്തിപീഠമാണ്. ഇന്നും സൗഭർണിക നദിയുടെ തീരത്ത്
ആയിരക്കണക്കിന് ഭക്തർ ദേവിയെ ദർശിക്കാൻ എത്തുന്നു. ക്ഷേത്രത്തിന് സമീപം ഒഴുകുന്ന സൗപർണിക നദി വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്ന ഒരു നദിയാണ്. സൗപർണിക നദി ഒരു സാധാരണ നദിയല്ല. അറിയപ്പെടുന്നത് ഇവിടെ ഗരുഡൻ തപസ് ചെയ്തിരുന്നു എന്നാണ്. അതായത് ഗരുഡൻ തപസ് ചെയ്തു എന്നാണ് വിശ്വാസം. 64 ഔഷധ സസ്യങ്ങൾ സൗപർണിക നദിയിൽ ലയിക്കുന്നതായി പറയപ്പെടുന്നു. അതിനാൽ തന്നെ സൗപർണിക നദിയിലെ ജലത്തിന് ആരോഗ്യശക്തി ഉണ്ടെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ദേവിയുടെ അനുഗ്രഹം നേടാൻ ഭക്തർ ദർശനത്തിനു മുൻപ് സൗപർണിക നദിയിൽ സ്നാനം ചെയ്യുന്നു. സൗപർണിക നദിയിലെ സ്നാനം ശ്രീ മൂകാംബികാ ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശിവനും ശക്തിയും ഒരുമിച്ചാണ് ആരാധിക്കപ്പെടുന്നത് എന്നാണ്. മൂകാംബികാ ദേവി, സരസ്വതി, ലക്ഷ്മി, ദുർഗ എന്നീ 3 രൂപങ്ങളിലായി ഭക്തർക്ക് ഇവിടെ അനുഗ്രഹം നൽകുന്നു. ദേവി സരസ്വതി രൂപമായതിനാൽ തന്നെ കുട്ടികളുടെ വിദ്യാരംഭം ഇവിടെ നടത്തപ്പെടുന്നു. വിദ്യാരംഭത്തിനായി കുഞ്ഞുങ്ങളുടെ കൈപിടിച്ചു മാതാപിതാക്കൾ ഇവിടെത്തുന്നത് സ്ഥിരം കാഴ്ചയാണ്. നവരാത്രിയുടെ അവസാന ദിവസമായ വിജയദശമി മൂകാംബിക ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമാണ്. വിജ്ഞാനവും സമൃദ്ധിയും ധൈര്യവും ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന ദേവിയാണ് മൂകാംബിക. ഈ ദിവ്യസ്ഥാനത്ത് ഭക്തിയോടെത്തുന്ന ഓരോ ഹൃദയത്തിലും ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞൊഴുകട്ടെ എന്ന് പറയുന്നു. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ, ചണ്ഡികാ ഹോമം, ദേവിക്ക് സ്വർണ്ണ കവച അലങ്കാരം, ഇങ്ങനെ നിരവധി പൂജകളും ആചാരങ്ങളും ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു. എന്തുകൊണ്ടാണ് മൂകാംബിക ക്ഷേത്രം ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ശിവശക്തി ഏകത്വം, ശ്രീചക്ര ശക്തിപീഠം, വിദ്യാദേവിയുടെ അനുഗ്രഹം, പുരാതന തന്ത്ര ആചാരങ്ങൾ എല്ലാം ഒന്നിച്ചുള്ള ഒരു അപൂർവ കേന്ദ്രമാണ് കൊല്ലൂർ ശ്രീ മൂകാംബികാ ദേവി ക്ഷേത്രം എന്ന് പറയാം. അമ്മയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് ഒരു പ്രത്യേക സമാധാനം ലഭിക്കും, ആത്മീയ ശക്തി അനുഭവപ്പെടും. ഭക്തർ പലരും പറയുന്നുണ്ട് ദേവിയുടെ സാന്നിധ്യം നേരിട്ട് അനുഭവിച്ചു എന്ന്. കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം ഒരു ദേവാലയം മാത്രമല്ല എന്ന് നമുക്ക് പറയാം. ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ അമ്മയുടെ സന്നിധിയിലെത്തിയ സമയത്ത് എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. എല്ലാവർക്കും ശ്രീ മൂകാംബികാ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ മൂകാംബികായേ നമഃ.